ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോൺസൺ സാറുണ്ട് മേലുകാവിലുള്ള. അപ്പോൾ ജോൺസൺ സാറ് വളരെ ഹാസ്യമായ രീതിയിലുള്ള ഒരു ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതുകൂടാണ്ട് അദ്ദേഹം കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ളൊരു ഓർമ്മയിൽ നിന്നുള്ള ഒരു പാട്ടും കൂടെ പാടുന്നുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ചെറിയൊരു ഒരു പാട്ടും ചെറിയൊരു കഥയും നമുക്ക് കേട്ടാലോ. കിപ്പിക്കഥ, അതാണ് നമ്മുടെ കഥ. പണ്ടൊരിക്കലേ ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു, യുവജന പ്രസ്ഥാനത്തിൻ്റെ ആയിരുന്നു. അപ്പം നറുക്കിട്ടെടുക്കുക. അപ്പം നറുക്കിട്ടെടുത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് വിഷയം കിട്ടി. ഞാൻ സ്റ്റേജിലിരിക്കുന്നവർ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ഒരു 3-4-6 പേര് ഇരിപ്പുണ്ട്. അവർ ഇത് എടുത്തിട്ട് വായിച്ചിട്ട് ഭയങ്കര കൂട്ടച്ചിരി. നമുക്കറിയത്തില്ല വിഷയം തന്നെ നമുക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് അവർ തിരികെല്ലാം കഴിച്ച് എൻ്റെ കയ്യിലോട്ട് തന്നു. എൻ്റെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞിട്ട് ഞാനത് നോക്കിയപ്പോൾ ഞാനും അവർ കൂടെ ചെങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പം 100-300 പിള്ളേർ അവിടെ ഇങ്ങനെ യുവകൾ ഇങ്ങനെ ഇരിക്കുക, അന്തിച്ച് നിൽക്കുക. ഉടനെ ഞാൻ എന്നാ പറയുക, ചിരിയല്ല ബഹളമെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ നിന്നിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ എബൌട്ട് തലയിൽ ഇങ്ങനെ ഒരൊറ്റ ആട്ടി, ഇവിടെ വരെ തലമുടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരൊറ്റ ആട്ടാണ്. വിഷയം എന്നാന്ന് പറഞ്ഞില്ല. പിന്നെ വിഷയം ഇതായിരുന്നു, അന്ന് ഈ തലമുടി കിട്ടുന്നല്ലോ ഹിപ്നീസുമായിരുന്നു. സബ്ജക്റ്റ് ഹിപ്നീസുമാണ്. ഹിപ്നീസും വിഷയം ഇത് എൻ്റെ ഈ തല ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്ര മുടിയുണ്ട്. ഈ ഇവരെല്ലാം കൂടെ പിന്നെ ഒരു 15-20 മിനിറ്റ് കൂട്ടച്ചിരി. ആ കൂട്ടച്ചിരിയും കഴിഞ്ഞേച്ച് അവസാനം പിന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഹിപ്നീസം എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു. അത് ഞാൻ പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് 1ാം സമ്മാനം കിട്ടി. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ വിഷയത്തിലല്ല എനിക്ക് സമ്മാനം കിട്ടി, ഞാൻ കാണിച്ച ഈ കലാപ്രകടനത്തിന് അതിന് 1ാം സമ്മാനം. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് അതിന് യോഗ്യമായിട്ടുള്ള രീതിയിലുള്ള അത് സഡൻ ആക്ഷൻ ആണത്. അത് സഡൻ ആക്ഷൻ അന്നേരം പെട്ടെന്ന് വരുന്ന ഒരു പ്രവർത്തിക്കാനുള്ള കഴിവാണത്. അതുമല്ല, ആ നറുക്കിട്ടെടുത്തപ്പോൾ ആ വിഷയം തന്നെ എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നടത്തിപ്പാണ്, ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് കൂടിയാണ്. അങ്ങനെ സഡനായിട്ട് തന്നെ ഒരു വിഷയം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതെ 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 ഇമ്മീഡിയറ്റ് ആയിട്ട് അന്നേരം നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ടായി, അങ്ങനെ ചെയ്തു. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാനിങ്ങനെ ഞങ്ങൾ യുവജനങ്ങൾ പലർക്കും ഈ സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുക. ഈ ക്യാമ്പ് നടത്തി കഴിയുമ്പോൾ ഞാനിങ്ങനെ സബ്ജക്റ്റ് ഇതായിരുന്നു, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ നോൺ വയലൻറ്റ് മീഡിയേഷൻ, ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ തലത്തിൽ അതിൻ്റെ കോച്ചിങ് ഞങ്ങൾ പിന്നെ കേരളത്തിലുള്ളവർക്ക് അതെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്നവർക്കും അതുപോലെ അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ഓരോ പേജ് എഴുതി ഇങ്ങനെ ഭിത്തിയിലെല്ലാം തൂക്കിയിടും. എന്നിട്ട് അവിടെയെല്ലാം ഒരു 10-40 പേരുണ്ട്, 45 പേരുണ്ട്. ഇവരെല്ലാവരും ഇതിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതണം. നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം എഴുതാൻ പാടില്ല, പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ എഴുതണം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടോ എൻ്റെ അതിനകത്ത് ഒരു പിള്ളേരെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയോ, സാറിൻ്റെ ക്ലാസ് കേട്ട് ഞങ്ങൾ ചിരിച്ച് മണ്ണ് കാപ്പി. സാർ ഇത്രയും വലിയ തമാശ പറയുന്നത് ഇങ്ങനെയാണ്. അത് എഴുതി വെച്ച് അത് വായിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ പറയുന്നതിനകത്ത് തമാശ ഉണ്ടെന്ന് ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ടെന്ന് ബോധ്യമായത് എനിക്ക് അന്നേരം. നമുക്ക് പോലും അറിയത്തില്ല. അതുപോലെ ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും എന്നാണ്ടോ വിശേഷം എന്നൊക്കെ നമ്മൾ എല്ലാവരും ചോദിച്ചു. ഞാനങ്ങനെ വിശേഷം ചോദിക്കാറില്ല, എന്തെങ്കിലും ഒരു തമാശയാത്തൊക്കെ പറയും. അതെന്തോ ഒരു അത് എങ്ങനെ കിട്ടുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എവിടെടുത്തും കിട്ടുകയല്ല, എങ്ങനെയോ അങ്ങനെ കിട്ടുന്നതാണ്. നമ്മൾ ഈ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ വിദേശത്ത് നിന്ന് വരുന്നവർക്ക് അവരുടെ കൊണ്ട് ഒരു ബുക്കുണ്ട്. അവരതിനകത്ത് അഭിപ്രായങ്ങൾ എഴുതണം. അവരെ സജഷൻ നമ്മളവിടെ വന്നപ്പോൾ അവർ കൊണ്ട് ഞാൻ കുറേ ഒരു 16 വർഷം കോട്ടയം ക്രൈസ്തവാശ്രമത്തിൽ 16 വർഷം ഉണ്ടായിരുന്നു. അവിടെ കേരള പാലഗ്രാം എന്ന് പറഞ്ഞൊരു വോയിസ് പിന്നെ ഇതുണ്ടായിരുന്നു. 100 ആമ്പിളേരുണ്ട്. അവിടുത്തെ പിള്ളേർ ഒരു 10-30 പേർക്ക് 5-10 ഏക്കർ വീതം ഗവൺമെൻറ് കൊടുത്ത് നെടുങ്കണ്ടത്തിനടുത്ത് സെറ്റ് ചെയ്ത ആ സ്ഥലത്തിന് അവിടെ പാലഗ്രാം എന്ന് പറഞ്ഞൊരു പേരുണ്ട്.
ഞങ്ങളുടെ ഈ കേരള ബാലഗ്രാമിലെ പിള്ളേരെ അവിടെ സെറ്റിൽ ചെയ്തുകൊണ്ടാണ് അവിടെ ബാലഗ്രാമം പേര്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആർക്ക് ഗവൺമെൻറ്റിന് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇടപെടുക. അവിടെ പോയിട്ട് വളരെ നിസ്സാരമായിട്ട് ഞങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നമുക്ക് ഇന്നിപ്പോൾ എന്താ അറിയോ, നമുക്കിന്ന് സോഷ്യൽ പൊളിറ്റീഷ്യൻസോ സോഷ്യൽ ആക്ടിവിസ്റ്റീസിനോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സിനോ ഒന്നും ഉണ്ടല്ലോ ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതാണ് ഈ വാസ്തവം പറഞ്ഞ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ നോൺ വയലൻറ്റ് മീഡിയേഷൻ ഇവർ തമ്മിൽ ഒരു ഡയലോഗ് നടത്തി നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യുന്നില്ല. ഗവൺമെൻറ് പോലും പരാജയപ്പെട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം വരെ ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. ആശ്രമത്തിലെ ക്രൈസ്തവാശ്രമം ചാണ്ടിയൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി ഫൗണ്ടർ മെമ്പറാണ്. പുള്ളിയായിരുന്നു ഇന്ത്യയിലെ ആൾ. പുള്ളി ഇൻ്റർനാഷണലത്തിലൊക്കെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ക്ലാസ് തന്നത് സ്വീഡനിൽ നിന്നും വന്ന ഒരാളാണ്. ഇൻ്റർനാഷണൽ സബ്ജക്റ്റായി ഞാനിത് MG യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു സബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഡിഗ്രിക്കോ മറ്റേതെങ്കിലും വിഷയത്തിൽ സബ്ജക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം കൊടുത്തു. അല്ലെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ വിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വരെ ഞാൻ എൻ്റെ പ്രോജക്റ്റ് എൻ്റെ ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞ് അപ്പോൾ ഈ റിസർച്ച് ഇതായിട്ട് ഇവർ എടുക്കാൻ പോലെ. കാരണം ഇൻ്റർനാഷണലത്തിലേക്ക് നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകും. ഞാൻ ഒത്തിരി പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പല പ്രോഗ്രാംസൊക്കെ അതിലൊന്നാണ് തിരുവല്ലയ്ക്കപ്പുറത്ത് ഒരു NSS കോളേജ് ഉണ്ടായിരുന്നു. NSS കോളേജ് അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി. തെരഞ്ഞെടുപ്പായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2 പിള്ളേരെ പ്രശ്നം ഉണ്ടായപ്പോൾ വെള്ളത്തിലോട്ട് ചാടി 2 പിള്ളേർ മരിച്ചു പോയ ഭയങ്കര പ്രശ്നമായി. അവസാനം അവർ വീടുകളിലെല്ലാം ചെന്ന് അതിൽ ഒരു പയ്യൻ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ്, ഒറ്റ മകനെ ഉള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയാം. അവസാനം ഞങ്ങൾ പിന്നെ അവർ സ്കൂൾ കോളേജ് നോക്കാൻ വരികയായിരുന്നു. അവസാനം ഞങ്ങൾ ഇതിനകത്തോടെ കൊണ്ട് സോൾവ് ചെയ്തു. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞ് കരഞ്ഞ ദെയ്യപ്പം മറന്നില്ല. സാരമില്ല. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞ് കരഞ്ഞ നെയ്യപ്പം. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലേ നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചോ.